ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ അമേരിക്ക തീരുമാനിച്ചു. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന സംഭവം എന്നാണ് ഇതിനെ പടിഞ്ഞാറൻ മീഡിയകൾ വിശേഷിപ്പിക്കുന്നത്. 1997 ഭീകര പ്രസ്ഥാനമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചതാണ് ഹമാസ്. അവരുമായി അതിനുശേഷം യാതൊരു തരത്തിലുള്ള ചർച്ചയോ അവരുമായിട്ടുള്ള എന്തെങ്കിലും സംഭാഷണമോ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മാറ്റി നിർത്തപ്പെട്ട സംഘടനയുടെ ഭാഗമായിട്ടാണ് ഹമാസിനെ അമേരിക്ക കാണുന്നത്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഫലസ്തീൻ അതോറിറ്റിയുടെ നേതാവായിരിക്കുന്ന മഹ്മൂദ് അബ്ബാസിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപുള്ള ഭരണാധികാരികളെയോ മാത്രമാണ് ക്ഷണിക്കാറുള്ളത്. ഗസയെ പ്രതിനിധീകരിച്ച് ഒരാളും തങ്ങളുമായി ചർച്ച നടത്തണ്ട എന്നതാണ് അമേരിക്കയുടെ നയങ്ങളും നിലപാടും. ആ നിലപാടിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന പുറത്തു വരുന്നു. 5 ബന്ദികൾ നിലവിൽ അമേരിക്കയുടേതായിരിക്കുന്ന ബന്ദികൾ ഹമാസിന്റെ കൈവശത്തിലുണ്ട്. ഒരാൾ മാത്രമേ ജീവനോടെ ഉള്ളൂ. 4 ബന്ദികൾ കൊല്ലപ്പെട്ടവരാണ്. 4 കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹവും ജീവനുള്ള ബന്ദിയെയും മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള സംഘർഷാവസ്ഥയുടെ ഇടയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല, ലക്ഷ്യത്തിലെത്താൻ സാധ്യത കുറവാണ് എന്നതിനാൽ നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതിന് പകരമായി ബന്ദിക്ക് പകരമായ രീതിയിൽ എന്തൊക്കെയാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും